എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോൾ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് വരുന്നത്, ഏത് പാർട്ടിൽ നിന്നാണ് വരുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജയ് ഇൻസിസ്റ്റഡ് ഡാഷ് വാച്ചിങ് ദ മൂവി. ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇതെന്ന് പറയുന്നത് വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോസിഷൻ എന്നുള്ള ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇൻസിസ്റ്റഡിൻ്റെ കൂടെ വരേണ്ട പ്രിപ്പോസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിനോണിം ഫോർ ദ വേർഡ് പ്ലിമറ്റ്. പ്ലിമറ്റിൻ്റെ സിനോണിം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഡ്രോപ്പ് ആണ്. ഇനി വൺ ഓഫ് ദ ബുക്സ് ഡാഷ് മിസ്സിങ്. വൺ ഓഫ് ദ ബുക്സ് ഡാഷ് മിസ്സിങ്. ഇവിടെ വരുന്ന ഓക്സിലറി വെർബ് ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, വൺ ഓഫ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ അത് ബുക്സിൽ ഒന്ന് എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം സബ്ജക്റ്റും വെർബും ഒരേ ഇതായിരിക്കണം. സിംഗുലർ വെർബ് ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റും, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബും ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദ ബുക്സ് എന്ന് പറയുമ്പോൾ അവിടെ ബുക്കുകളിൽ ഒന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? അവിടെ സിംഗുലർ സബ്ജക്റ്റാണ് വരുന്നത്. അപ്പോൾ സിംഗുലർ വെർബാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഈസ്, ആറ്, ഈസ്, വേർ എന്നിവ തന്നിട്ടുണ്ട്. അതിൽ ഈസ് ആണ് സിംഗുലർ വെർബ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഈസ് ആണ്. ഓക്കെ. എ ഡാഷ് ഓഫ് ഡസ്റ്റ്. ഇവിടെ എ ഡാഷ് ഓഫ് ഡസ്റ്റ് കളക്റ്റീവ് നൗൺ ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്ലൗഡ് ആണ്. ക്ലൗഡ് ഓഫ് ഡസ്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദേ മാർക്ക്ഡ് ദെയർ ഡാഷ് ബൈ ഷൗട്ടിംഗ് സ്ലോഗൻസ്. ഇത് വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദേ മാർക്ക്ഡ് ദെയർ ഡാഷ് ബൈ ഷൗട്ടിംഗ് സ്ലോഗൻസ്. ഡിസെൻറ്റ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, DISSENT. വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, MANOEUVRE, മെനവർ എന്നുള്ള ആ ഒരു ഇതിൻ്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് വരുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വിൻഡ്. വിൻഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്, അല്ലെങ്കിൽ V3 എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൗണ്ട് ആണ് വരുന്നത്. ഷീല ഡാഷ് എ ജീനിയസ് ബൈ ദ ടീച്ചർ. ഷീല ഡാഷ് എ ജീനിയസ് ബൈ ദ ടീച്ചർ. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുക, ഇത് എന്ത് തരം സെൻറ്റൻസ് ആണ്? ഇതിൽ ഈ സെൻറ്റൻസ് നോക്കുമ്പോൾ നമുക്കറിയാം ബൈ ഉണ്ട്. ബൈ വരികയാണെങ്കിൽ അത് പാസീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വെർബുകൾ നോക്കിക്കഴിഞ്ഞാൽ പാസീവ് ഫോമിലുള്ള വെർബ് ഏതാണെന്ന് നോക്കുക. ഇവിടെ കൺസിഡർ എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് എന്താ പറയുന്നത് വെച്ചാൽ അത് പ്രസൻറ്റ് വെർബാണ്. പിന്നെ ഈസ് കൺസിഡർ എന്ന് പറയുമ്പോൾ അതും പ്രസൻ്റ് ആണ്. കൺസിഡറേറ്റ് എന്ന് പറയുമ്പോൾ അത് പാസീവ് അല്ല. ഇപ്പോൾ ഇവിടെ പാസീവായിട്ടുള്ള ഒരു വെർബ് എന്ന് പറയുന്നത് വാസ് കൺസിഡേർഡ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ പാസ്റ്റ് ടെൻസ് വന്നിട്ടുണ്ട്, പിന്നെ പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറി വെർബായിട്ടുള്ള വാസും വന്നിട്ടുണ്ട്. ഓക്കെ. ദ പ്ലൂറൽ ഓഫ് ഡാറ്റം ഈസ്. ഡാറ്റത്തിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡാറ്റയാണ്. ഐ വിഷ് ഐ ഡാഷ് 10 years younger. ഐ വിഷ് ഐ ഡാഷ് 10 years younger. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് ആണ് വരുന്നത്. ഇഫ് ക്ലോസ് അല്ലെങ്കിൽ ഐ വിഷ് എന്നുള്ള ആ ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ അവിടെ ഐ വിഷ് എന്ന് പറയുമ്പോൾ ഐ വാസ് വരില്ല, വേറാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നടക്കാത്തൊരു കാര്യമാണ്. അതായത് ഞാനൊരു 10 വർഷം യങ്ങർ ആയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഐൻ്റെ കൂടെ വാസാണ് വരേണ്ടത്. പക്ഷെ അവിടെ ആഗ്രഹം, അത് ഒരിക്കലും നടക്കില്ല, നടക്കാത്ത ആഗ്രഹം ആയതുകൊണ്ട് തന്നെ അവിടെ വേറാണ് വരുന്നത്. ഇഫ് ഷീ ഹാഡ് ആസ്ക്ഡ് യു ഡാഷ്. അപ്പോൾ ഇത് മൂന്നാമത്തെ കണ്ടീഷനിൽ വരുന്ന ഇഫ് ക്ലോസ് ആണ്. ഇഫ് ഷീ ഹാഡ് ആസ്ക്ഡ് യു, ഹാഡ് പ്ലസ് V3 വരുമ്പോൾ ബാക്കിയുള്ള പാർട്ടിൽ വുഡ് പ്ലസ് ഹാവ് വരണം. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. അപ്പോൾ ഇവിടെ നോക്കാം, വുഡ് പ്ലസ് ഹാവ് പ്ലസ് വുഡ് ഹാവ് വരുന്നത് സിയും ഡിയും ആണ്. പക്ഷേ ഇതിൽ ഡി ഓപ്ഷനിൽ ആക്സെപ്റ്റ് എന്നാണ് പറയുന്നത്. അത് ആക്സെപ്റ്റിൻ്റെ V3 അല്ല. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. വുഡ് യു ഹാവ് ആക്സെപ്റ്റഡ് എന്നാണ് വരുന്നത്. ഐ ഡു നോട്ട് നോ ഡാഷ് ഡിലേഡ് ദ ഫ്ലൈറ്റ്. ഐ ഡു നോട്ട് നോ ഡാഷ് ഡിലേഡ് ദ ഫ്ലൈറ്റ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാട്ടാണ്. ഹി ഹാസ് എ നമ്പർ ഓഫ് ആർട്ടിസ്റ്റ് ഡാഷ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ
കുറേ ആർട്ടിസ്റ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, എമംഗ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് മാത്രമാണെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ ഉപയോഗിക്കാം. 2ൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അവിടെ കമ്പയർ ചെയ്യാൻ എമംഗ് ആണ് വരുന്നത്. ഓക്കെ. ആൻറ്റോണിം ഫോർ കോൺഫിഡൻസ്, കോൺഫിഡൻസിൻ്റെ ആൻറ്റോണിം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിഫിഡൻസ് ആണ് വരുന്നത്. ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു ഡാഷ് വെയിറ്റ് ഫോർ ദ പാസ്റ്റ് 6 months. ഐ ഹാവ് ബീൻ ട്രൈയിങ് ടു ഡാഷ് വെയിറ്റ് ഫോർ ദ പാസ്റ്റ് 6 months. അപ്പോൾ ഇവിടെ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് വേർഡ്സ് ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, LOSE, ലോസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. വൺ ഹൂ ഈസ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇസ് കോൾഡ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു വൺ ഹൂ ഈസ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, സിനോഷോർ. സിനോഷോർ, CYNOSURE. The guard told me don't touch it. The indirect speech of the given sentence is, indirect speech ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഗാർഡ് ടോൾഡ് മീ, ഇവിടെ ഈ സെൻറ്റൻസ് നോക്കുക, ഡോണ്ട് ടച്ച് ഇറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ എന്തിലേക്ക് മാറ്റുമ്പം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ അവിടെ ആ സെൻറ്റൻസിന് മാറ്റം വരില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ഗാർഡ് ടോൾഡ് മീ നോട്ട് ടു ടച്ച് ഇറ്റ് എന്നാണ് ആൻസർ വരിക. അപ്പോൾ അവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കൊട്ടേഷൻ മാർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൊട്ടേഷൻ മാർക്ക് ഒഴിവാക്കാറുണ്ട്, അതുപോലെ തന്നെ കോമയും നമ്മൾ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹിഡൻ കോസ്റ്റ് ക്യാൻ ഡാഷ് യുവർ ബഡ്ജറ്റ്. ഹിഡൻ കോസ്റ്റ് ക്യാൻ ഡാഷ് യുവർ ബഡ്ജറ്റ്. അപ്പോൾ ഇവിടെ വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നിബിൾ അവേ ഇറ്റ്. നിബിൾ അവേ അറ്റ് ആണ്. I had hardly closed my eyes dash the bell rang. I had hardly closed my eyes dash the bell rang. ആൻസർ ഓപ്ഷൻ എ ആണ്, വെൻ ആണ്. വെൻ, അതായത് ഞാൻ ആ ഒരു ബെല്ല് റാങ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ആണ് അവിടെ വരുന്നത്. പ്ലീസ് സൗണ്ട് ഹോൺ. ദ വേർഡ് സൗണ്ട് ഈസ് യൂസ്ഡ് ഹിയർ ആസ്, അതായത് ഇവിടെ പ്ലീസ് സൗണ്ട് ഹോൺ എന്നുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. അതിൽ സൗണ്ട് എന്താണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, വെർബാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് സൗണ്ട് ഹോൺ എന്ന് പറയുമ്പോൾ അവിടെ ഈ സെൻറ്റൻസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് തുടങ്ങുന്നത് എന്തിനാണ്? വെർബിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്ലീസ് എന്ന് പറയുന്നത് ഒരു വാക്കാണ്, പക്ഷെ അത് നമ്മൾ എന്തായിട്ട് സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ വെർബായിട്ടോ കൂട്ടാറില്ല. അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വെർബാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഏതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലും ഇതുപോലെയുള്ള പ്ലീസ് അങ്ങനെയുള്ള വാക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള വേർഡ് എന്തായിരിക്കും? വെർബായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.